നിത്യപുരോഹിത നിന്നിലായി ജന്മം. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചത്. ഈ വിശുദ്ധന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട നമ്മൾ ദൈവമായിട്ട് ആഘോഷിക്കുന്ന ദിനമാണിത്. ദീപവലി ദിനവുമായി ബന്ധപ്പെട്ട് 2 മഹത് വ്യക്തികളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഈ ഇന്റർവ്യൂയിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു. നാം പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ ഉടൻ തന്നെ എത്തുന്നതാണ്. ഇന്റർവ്യൂ നടത്താനായി 9ാം ക്ലാസ്സിൽ നിന്ന് അശ്വിനെയും നേഹയെയും ക്ഷണിക്കുന്നു. അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ പുതിയതാണല്ലോ. അച്ഛന്റെ വീട്, പപ്പ, മമ്മി, സഹോദരങ്ങൾ, ഇവരെ പറ്റി എനിക്ക് പറയാമോ? എൻ്റെ പേര് ജെറി കുരിശികൻ. എൻ്റെ വീട് ചാലക്കുടിക്കടുത്ത് വീടൂരാണ്. വീട്ടിൽ അപ്പച്ചൻ, അമ്മ, 2 ചേച്ചിമാരാണ്. ഞങ്ങൾ 3 മക്കളാണ്. ചേച്ചിമാർ 2 പേര് FCC സന്യാസ മോഡലിൽ, ഇവരെ പോലെ സിസ്റ്റേഴ്സാണ്. സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ അമലാസണി. നമ്മുടെ സിസ്റ്ററിന്റെ വീട്ടുകാരും അവരുടെ സഹോദരങ്ങൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വീട്ടില് പപ്പ, മമ്മി, 2 അനുജത്തിമാര്, ഞങ്ങൾ 3 മക്കളാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഉണ്ട്. അച്ഛന്റെ കുടുംബം 2 സന്യസ്തരെയും 1 വൈദികരെയും സഭയ്ക്ക് സമ്മാനിച്ചു. ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? മാതാപിതാക്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം തമ്പുരാനെ മാത്രമേ അറിയുള്ളൂ. മാതാപിതാക്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു ലോങ് സ്റ്റോറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഷോർട്ടാക്കി സമ്മറൈസ് ചെയ്ത് പറയാം. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ചേച്ചി മഠത്തിൽ ചേരുന്നത്. മൂത്ത ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞ് ചേച്ചി മഠത്തിൽ ചേർന്നു. അത് കഴിഞ്ഞ് ഞാൻ 8ൽ പഠിക്കുമ്പോൾ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 2ാമത്തെ ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ വീടിൻ്റെ അടുത്ത് 4 കോൺവെൻറ്റുകളുണ്ട്. 4 കോൺവെൻറ്റുകളിൽ നിന്ന് സിസ്റ്റേഴ്സ് എൻ്റെ ചേച്ചി മഠത്തിൽ ചേരുന്നത് ചേച്ചി എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. പക്ഷെ ചേച്ചി പറഞ്ഞ മഠത്തിൽ പോകുന്നില്ലായിരുന്നു. എന്നിട്ട് ചേച്ചി +1 +2 പഠിക്കാൻ പോയി. ചേച്ചി +2 പഠിച്ചിരിക്കുന്നതും ഞാൻ 10ാം ക്ലാസ് പഠിച്ചിരിക്കുന്നതും ഒരുമിച്ചായിരുന്നു. 2011 അപ്പോൾ ചേച്ചി വേറെ ആർക്കും പിടികൊടുക്കാതെ ചേച്ചി അവരിൽ രക്ഷപ്പെട്ടു. ചേച്ചി പഠിച്ചത് FCCക്കാരുടെ സ്കൂളിലായിരുന്നു. അങ്ങനെ അവരുടെ ക്യാമ്പിൽ പോയി ജോയിൻ ചെയ്ത് ക്യാമ്പൊക്കെ കൂടി തിരിച്ചു വന്നിട്ട് ചേച്ചി മണപ്പിച്ചത്. ഞങ്ങൾ തലേ ദിവസവും പിറ്റേ ദിവസമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 2011 ജൂൺ 4-ാം തീയതി എൻ്റെ 2ാമത്തെ ചേച്ചി മണത്തിൽ ചേർന്നു. പിറ്റേ ദിവസം ജൂൺ 5-ാം തീയതി ഞാൻ സെമിനാരിയിൽ ചേർന്നു. മാതാപിതാക്കൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പാരൻസിന് എപ്പോഴും വലിയ സന്തോഷമായ ഒരു കാര്യത്തെ കിട്ടി. കാരണം ഞങ്ങളോട് അവർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത്, നിങ്ങളുടേതാണ് ഫ്യൂച്ചർ, ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് തീരുമാനിക്കാൻ വേണ്ടി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതാണ് ആഗ്രഹം. അവർ മറുത്തൊന്നും പറഞ്ഞില്ല, മറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ നാട്ടുകാർ, നമ്മുടെ ഒരു കോമൺ ഒരു കേരള കൾച്ചറിലുള്ള പ്രശ്നമാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാട്ടുകാരുടെ ഒരു പതിവ് കേരളത്തിലുണ്ട്. പിന്നെ നാട്ടുകാർ വളരെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ പേടിപ്പിക്കാൻ തുടങ്ങി. മക്കളെല്ലാവരും പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളെ ആര് നോക്കും, നിങ്ങളുടെ എന്തെങ്കിലും അസുഖം വന്ന രോഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, മക്കൾ 3 പേര് പോകുമ്പോൾ എന്തിനാണ് അത് വേണ്ടത്, മറിച്ച് ഒരാളെയും വീട്ടിൽ നിർത്തിക്കൂടെ, എന്തിനാണ് എല്ലാവരെയും അനുവദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പച്ചനമ്മയും എപ്പോഴും ധൈര്യത്തോടുകൂടി, അമ്മയുടെ എപ്പോഴും അമ്മ വളരെ ടോക്കറ്റീവാണ്, അമ്മയുടെ മറുപടി കൊടുക്കാറ്. അമ്മ പറയാനുള്ള ഒരു കാര്യമുണ്ട്. അമ്മ പറഞ്ഞത് ഇതാണ്: ദൈവം എൻ്റെ മക്കളെ വിളിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ അച്ഛൻ സിസ്റ്റേഴ്സൊക്കെയാണ്. പക്ഷെ ദൈവം വിളിച്ചിട്ടില്ലെങ്കിൽ അവർ പരിശീലനത്തിന് വേണ്ടി ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചു പോന്നേക്കണം. എന്തുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല. നമുക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, മക്കൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർ പോകാതെ വീട്ടിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അവരുടെ അവരുടെ ഫ്യൂച്ചർ എന്തായിത്തീരും നമുക്ക് ആർക്കും അറിയില്ല. ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മക്കളെ അവരുടെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കാൻ അപ്പനമ്മ തയ്യാറായി. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുർബാനയ്ക്ക് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദൈവിക ഹൈലൈറ്റ്സ് ഞങ്ങളല്ല, ഞങ്ങളുടെ പാരൻസാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും അർഹരായിട്ടുള്ളത്. അവരെപ്പോഴും കോൺഫിഡൻ്റ് ആയി ഒരു കാര്യം പറഞ്ഞിട്ട് ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ഞങ്ങൾ സെമിനാരിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ, അവധി കഴിഞ്ഞ് തിരിച്ച് സെമിനാരിൽ പോകുന്നതിനേക്കാളും അമ്മ വിളിക്കും. അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നോട് മാത്രമല്ല ചേച്ചിമാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ചോദിക്കും, മക്കളെ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹത്തിലേക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ നിന്ന്, ആഗ്രഹത്തിലേക്ക് വീട്ടിൽ തന്നെ നിന്ന് കുഴപ്പമില്ല. കാരണം ചിലരൊക്കെ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞാൽ
പിന്നെ തിരിച്ചു പോകാൻ ഒരു നാട്ടുകാരെന്ന് പറഞ്ഞ് ചോദിക്കുന്ന അസ്വസ്ഥത പലപ്പോഴും ഉണ്ടാകുന്നു. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് ഉള്ളത്. പോകണമെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. ഇറ്റ്സ് അപ് ടു ഇറ്റ്സ് യുവർ ഫ്യൂച്ചർ ആൻഡ് യു ഹാവ് ടു ഡിസൈഡ്. അങ്ങനെ പാരൻസ് ഫ്രീഡം തന്നതിനാണ് ഞങ്ങൾ ദൈവത്തിൽ കുറച്ചുകൂടി മനോഹരമായിട്ട് പോകുന്നത്. സിസ്റ്ററിനെ കണ്ടുകൊണ്ടല്ലോ ധാരാളം കഴിവുകളുള്ള സിസ്റ്ററാണെന്ന് എല്ലാവരും പറയാം. സിസ്റ്ററിന്റെ ടാലൻസ് എന്തെങ്കിലും പറയാം. എൻ്റെ ടാലൻസ് ഞാൻ നന്നായിട്ട് എഴുതും, കീബോർഡ് വായിക്കും, അത്യാവശ്യം ഡാൻസ് ചെയ്യും, പിന്നെ ഓർഗനൈസർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ടാലൻസ് ആയിട്ട് പറയാനുള്ളത്. അച്ഛൻ മീഡിയയിലും ലാറ്റിൻ ഭാഷയിലും ഒത്തിരി പ്രാവീണ്യം നേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വളരെയേറെ ടാലന്റ് ഉണ്ടെന്ന് അച്ഛനുണ്ടെന്ന് അറിയുന്നു. ഇക്കാര്യത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ദൈവാനുഗ്രഹത്താൽ തമ്പുരാൻ കുറേ കഴിവുകൾ എനിക്ക് മാത്രമാണ്, എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എനിക്ക് പാട്ട് പാടാൻ അത്ര വലിയ കഴിവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പാട്ടൊക്കെ പാടും. കീബോർഡ് വായിക്കും കോൺഫിഡൻ്റ് ആണ്. സെമിനാരി ചേർന്നിട്ട് പഠിച്ചതാണ്. പിന്നെ ചോദിച്ചതുപോലെ ലാറ്റിൻ ഭാഷ ഓൾറെഡി ഇറ്റലിയിൽ 5 വർഷം ആയതുകൊണ്ട് ലാറ്റിൻ ഗ്രീക്ക് ഭാഷകൾ പഠിക്കുന്നതിനായിരുന്നു. ഇറ്റാലിയൻ ഭാഷ ഫ്ലുവൻ്റ് ആണ്. ഇറ്റലിയിൽ 5 വർഷം ആയതുകൊണ്ട് ഇറ്റാലിയൻ ഭാഷയിലാണ് അവിടെ ക്ലാസ്സുകൾ കിട്ടുന്നതും എക്സാമുകൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇറ്റാലിയൻ സ്പാനിഷ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കലാപരിപാടി ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ട്. സെമിനാറിലായിരിക്കുമ്പോൾ ഡാൻസ് കളിക്കാനും മാർഗംകളി എൻ്റെ ഫേവറാണ്. മാർഗംകളിയൊക്കെ സെമിനാറിൽ വെച്ച് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇത്ര സൗകര്യങ്ങളായിട്ടുള്ള സിസ്റ്ററിനാണ് ഇത്ര കഷ്ടപ്പാടുള്ള സന്യാസ ജീവിതം നയിക്കാനുള്ള കാരണം. അശ്വിൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഞാനിപ്പോൾ നിർത്തുവാണ്. അശ്വിൻ പറഞ്ഞ കഷ്ടപ്പാടുള്ള ജീവിതം അങ്ങനെ ഞാൻ പറയാം, ഇത് കഷ്ടപ്പാടുള്ള ജീവിതമല്ല, ഇത് ആനന്ദപ്രദമായ ജീവിതമാണ്. കാരണം കഷ്ടപ്പാട് ഏത് ജീവിതത്തിലുമുണ്ട്. കുടുംബ ജീവിതത്തിൽ അശ്വിൻ്റെ വീട്ടിൽ പപ്പയും അമ്മയുണ്ട്, കഷ്ടപ്പാടുകളിൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ലൈഫിൻ്റെ ഒരു ഭാഗമാണ് കഷ്ടപ്പാടുകൾ. അതിപ്പോൾ സന്യാസ ജീവിതമാണ്, കുടുംബ ജീവിതം. കഷ്ടപ്പാടല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പക്ഷേ അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യണം. ഇന്ന് ഞാനൊരു 13 വർഷമായി എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇന്ന് വരെ എനിക്ക് സന്യാസ ജീവിതം ഒരു കഷ്ടപ്പാടാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അതിനെ ഫേസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന സന്യാസം, ഈ ഫ്രാൻസിസ്കൻ ദൈവങ്ങളിൽ, അത് എപ്പോഴും ആനന്ദത്തോടും സന്തോഷത്തോടും ഒരുപാട് അഭിമാനത്തോടും കൂടിയാണ് ഞാൻ കാണുന്നത്. അതൊരു കഷ്ടപ്പാട് തന്നെ ജീവിതമല്ല. അച്ഛൻ്റെ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണെന്ന വിഷമം ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകാൻ അനുവദിക്കാൻ 2022 എൻ്റെ ബാച്ചുകാരൻ ഡിസംബർ മാസമാണ്. 2021 ഡിസംബർ 22 ജനുവരിയിലായിട്ടാണ് എൻ്റെ ബാച്ചുകാരെ പ്രസംഗിച്ചത്. പുറത്തായിരുന്നതുകൊണ്ട് എൻ്റെ പക്കം ഒരു 6 മാസമായി. 2021 ഡിസംബർ മാസത്തിൽ അപ്പച്ചൻ്റെ വീട്ടിൽ യോഗാവസ്ഥ. ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ ഈ ചോദ്യം എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ പാരൻസ് തനിച്ചാണ്, മക്കളെല്ലാവരും പരിശീലനത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാനിങ്ങനെ കണ്ണു മൂട്ടി കൊടുക്കാനുള്ള ഒരു കുട്ടപ്പ ആവശ്യമില്ലായിരുന്നു. തമ്പുരാൻ നോക്കിക്കൊള്ളു. പക്ഷെ തമ്പുരാൻ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞ സെമിനാരിയിൽ ഈവനിങ് പ്രേയർ ഒക്കെ കഴിഞ്ഞ് തമ്പുരാനോട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം നേരത്ത് ഞാൻ ഉള്ളിൽ കർത്താവിനോട് നോക്കി ചോദിക്കും, കർത്താവ് നോക്കിക്കൊള്ളൂല്ലോ, ഉറപ്പല്ലെങ്കിൽ എന്നുള്ള ഒരു ആശങ്കയോടുകൂടി ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. 2021 ഡിസംബർ മാസം അപ്പച്ചന് ചെറിയ രോഗാവസ്ഥ വന്നു. ആ രോഗാവസ്ഥയുടെ സമയത്ത് ഞങ്ങളുടെ കുടുംബം ഒരു ചെറിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയം ചേച്ചിമാരുടെ പേര് സിസ്റ്റേഴ്സായി നാട്ടിലാണ്. ഞാൻ നാട്ടിലില്ല, റോമിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുണ്ടെങ്കിൽ കുറച്ചുകൂടി ആശ്വാസമാണ്. അകലെ ആയതുകൊണ്ട് എനിക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ പൊതുവെ അമ്മച്ചിമാരെ പോലെ, നാട്ടിൻപുറത്തെ അമ്മച്ചിമാരെ പോലെ വളരെ സെൻസിറ്റീവാണ്. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും വളരെ ടെൻഷനാവും, സങ്കടം വരും, കരയും. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട ഒരു അമ്മയാണ്. അമ്മച്ചിക്ക് എങ്ങനെ ഈ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, പലപ്പോഴും പറഞ്ഞിരുന്നതുപോലെ ദൈവം നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞതുപോലെ അപ്പച്ചന് രോഗാവസ്ഥ വന്നപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, ദൈവം അമ്മയ്ക്ക് വലിയൊരു കറേജ് കൊടുത്തു, ധൈര്യം കൊടുത്തു. ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനും അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള വലിയ കൃപ ദൈവം കൊടുത്തു. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ചു വരുന്നൊരു കാര്യമാണ്.
അതുകൊണ്ട് മക്കൾ പോയെന്ന് കരുതി മാതാപിതാക്കൾക്ക് ആശ്രയവും തോന്നലും നഷ്ടപ്പെടുകയല്ല, ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം അനുഭവിക്കാനുള്ള വേദിയായി മാറുകയാണ്. എൻ്റെ പട്ടത്തിൽ 6 മാസം മുമ്പ് നടന്ന ഇവന്റിലൂടെ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിന് ശേഷം ദൈവം അത്ഭുതമായ പ്രശ്നത്തിൽ സൗഖ്യം കൊടുത്തതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയത്തിൽ കൂടുതൽ വർദ്ധിക്കാനും എന്ത് പ്രശ്നമുണ്ടായാലും ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ജീവിതം കൊണ്ട് അനുഭവിച്ചതാണ്. ഇന്ന് ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. മാതാപിതാക്കൾക്ക് കുട്ടികളെ ദൈവിക മനസ്സിലേക്കും സന്യസ്ത ജീവിതത്തിലേക്കും ഒക്കെ വിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടികളാണെങ്കിൽ പഠിച്ച് വിദേശത്ത് പോകുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുപ്പം മുതൽ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളോടും കുട്ടികളോടും എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? അശ്വിൻ പറയുന്നത് ശരിയാണ്. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് തടസ്സങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് തന്നെ ഞാൻ പഠിച്ചത് ഒരു ICSE ബോർഡ് സ്കൂളിലാണ്. അപ്പോൾ ഈ 12 വർഷം ഒരു ICSE സ്കൂളിൽ പഠിച്ച് എന്നോട് ഇതേ ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. ഇവൻ പാരൻസിനും തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് വെച്ച റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ടീച്ചേഴ്സ് തന്നെ ഒരുപാട് പേര് എന്നെ തന്നെ തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, നമുക്കുള്ളിൽ ഒരുമിച്ച് ജോലി അല്ലെങ്കിൽ ലൈഫിനോട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് എന്ത് പ്രതിസന്ധി വന്നാലും ഇതിനെ തരംചെയ്യാൻ നമുക്ക് കഴിയും. പാരൻസിന്റെ കാര്യം പറയുമ്പോൾ കുട്ടികൾ കുറവാണ്, അതുകൊണ്ട് കുട്ടികളെ വിടാൻ ബുദ്ധിമുട്ടുള്ള പാരൻസ് ഉണ്ട്. ഞാൻ പറയും, എത്രമാത്രം കുട്ടികൾ കുറവാണെന്ന് പറഞ്ഞാലും വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ നിലകൊള്ളാൻ നമ്മൾ തന്നെ ചിലപ്പോൾ ചെയ്യുക. ഞാൻ വിചാരിക്കും, അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ പപ്പയും അമ്മയും 2 വർഷം മുമ്പ് 2 പേരും ഒരേ സമയം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ലേഷോ ഹോസ്പിറ്റലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് പോയില്ല. കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ്. പഠനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ദൈവം കൃത്യസമയത്ത് അവരെ ആൾക്കാരെ എത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ആവശ്യമായ കരുതലും സ്നേഹവും പരിചരണം കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടായി. അപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവം നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ നോക്കും. ദൈവം തന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടും എന്ന ഉറച്ച ബോധ്യം എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് സാക്ഷ്യമായിട്ടുണ്ട്. ഞങ്ങളുടെ അഭിമുഖ പരിപാടിയോട് സഹകരിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ജെറി കുരിശിന്റെ അച്ഛനോടും നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു അനുഗ്രഹമായ സിസ്റ്റർ അമല സണ്ണിക്കും ഒത്തിരി നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾ എല്ലാം റെഡിയാക്കിയ അഭിമുഖ പരിപാടി നടത്തിയ അശ്വിനും നേരിട്ടും നന്ദി. ഞങ്ങളുടെ പരിപാടി കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. കൈകൂപ്പി നിന്നെ ഞാൻ സ്തുതിച്ചു